അജ്മൽ ദിരാർ SFI പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തി ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ, കൊല്ലത്തെ ചിന്നക്കടയിലുള്ള ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിലേക്ക് പ്രതിഷേധവുമായി എത്തി. ആ SFI പ്രവർത്തകരെ തടയുന്നതിന് പോലീസ് ബാരിക്കേഡ് തീർത്തിരുന്നു. അവർ ബാരിക്കേഡ് മറികടന്ന് ഇപ്പോൾ ഇതാ പോസ്റ്റ് ഓഫീസ് വളപ്പിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. പോസ്റ്റ് ഓഫീസിന് മുന്നിൽ അവർ പോസ്റ്റ് ഓഫീസ് വളപ്പിൽ കടന്ന് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ഇപ്പോൾ പ്രതിഷേധിക്കുകയാണ്. SFI പ്രവർത്തകരുടെ പ്രതിഷേധം പല സ്ഥലങ്ങളിലും നടക്കുന്നുണ്ട്. നീറ്റ് UG ചോദ്യപേപ്പർ ചോർന്നതുമായി ബന്ധപ്പെട്ടാണ് SFI പ്രവർത്തകരുടെ പ്രതിഷേധം. എന്തൊക്കെയാണ് കൊല്ലത്തിപ്പോൾ സംഭവിക്കുന്നത്? അവിടെ പ്രതിഷേധവുമായി SFI പ്രവർത്തകർ പോസ്റ്റ് ഓഫീസ് വളപ്പിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണല്ലോ. ദിലീപ് കുമാർ, ഈ നീറ്റ് UG പരീക്ഷ റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ട് SFIയുടെ പ്രതിഷേധം സംസ്ഥാന വ്യാപകമായി ജില്ലാ കേന്ദ്രങ്ങളിലും കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലും നടത്തുന്നതിന്റെ ഭാഗമായാണ് ചിന്നക്കട പോസ്റ്റ് ഓഫീസിലേക്ക്, ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് ഇപ്പോൾ SFI ഒരു പ്രതിഷേധ മാർച്ച് നടത്തിയത്. ആദ്യഘട്ടം പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡ് തള്ളിമറിക്കാൻ ശ്രമിച്ച പ്രവർത്തകർ പിന്നാലെ പോലീസുമായി സംഘർഷത്തിലേർപ്പെടുകയും പിന്നാലെ ബാരിക്കേഡ് മറികടന്ന് ഇപ്പോൾ ഈ ഹെഡ് പോസ്റ്റ് ഓഫീസിന്റെ പരിസരത്തേക്ക് കയറിയ പ്രവർത്തകർ ഇവിടെ നിന്നിപ്പോൾ മുദ്രാവാക്യം വിളിക്കുകയും ചെയ്യുകയാണ്. ഇന്നിപ്പോൾ നമ്മൾ രാവിലെ മുതൽ കണ്ടത് കണ്ണൂരിലും അതോടൊപ്പം തന്നെ മറ്റ് സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ SFI നടത്തി വരുന്ന പ്രതിഷേധ മാർച്ചുകളാണ്. അതിന്റെ ഭാഗമായാണ് ശക്തമായ പ്രതിഷേധ മാർച്ച് കൊല്ലത്തും അരങ്ങേറുന്നത്. ആദ്യഘട്ടം പോലീസിനെ തടയാൻ ശ്രമിച്ചെങ്കിലും പ്രവർത്തകർ പോലീസിന്റെ അനുനയ ശ്രമങ്ങൾക്ക് തയ്യാറാകാതെ അവർ വീണ്ടും ഈ പറയുന്ന പരിസരത്തേക്ക്, ഈ പോസ്റ്റ് ഓഫീസിന്റെ പരിസരത്തേക്ക് കയറുകയും ശക്തമായ മുദ്രാവാക്യ വിളികളുമായി ഇപ്പോൾ ഇവിടെ തന്നെ നിലനിർത്തുകയും ചെയ്യുകയാണ്. രാജ്യത്തെ നീറ്റ് പരീക്ഷ എഴുതിയ 23 ലക്ഷം വിദ്യാർത്ഥികളെ പ്രതിസന്ധിയിലാക്കുന്നതാണ് ഈ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ നടപടി എന്നാണ് ഈ വിദ്യാർത്ഥി സംഘടനകളുടെ മുഴുവൻ പ്രധാനപ്പെട്ട ആരോപണം. ഇവർ ഉയർത്തുന്ന പ്രധാനപ്പെട്ട ആരോപണങ്ങൾ എന്ന് പറയുന്നത്, വർഷങ്ങളായി പരീക്ഷയ്ക്ക് തയ്യാറായിരുന്ന വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയതിനു ശേഷം ഒരിക്കൽ കൂടി വീണ്ടും പരീക്ഷയ്ക്ക് തയ്യാറാകേണ്ടി വരുന്നവരുടെ മാനസിക നിലയെ സംബന്ധിച്ചിടത്തോളം വലിയ തരത്തിൽ ബാധിക്കുന്ന ഒന്നാണ്. അതോടൊപ്പം തന്നെ ഈ പറയുന്ന രീതിയിൽ ഇവർ വീണ്ടും വിദൂര സ്ഥലങ്ങളിൽ നിന്ന് പഠിച്ച വിദ്യാർത്ഥികൾ അവിടങ്ങളിലേക്ക് പരീക്ഷയുടെ മാതൃകാ ചോദ്യപേപ്പറുകളും അതോടൊപ്പം തന്നെ മാതൃകാ പരീക്ഷകൾക്കും വേണ്ടി തയ്യാറാകാൻ അവിടങ്ങളിലേക്ക് പോവുക സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധി സൃഷ്ടിക്കും. അതോടൊപ്പം തന്നെ കഴിഞ്ഞ തവണ പരീക്ഷയെ നേരിട്ട വിദ്യാർത്ഥികൾക്ക് ഇത്തവണ വീണ്ടും പരീക്ഷയെ നേരിടാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ അവർക്ക് എത്രത്തോളം കഴിഞ്ഞ തവണത്തെ പ്രകടനം കാഴ്ചവെക്കാൻ വിദ്യാർത്ഥികൾക്കാകും? ഇത്തരത്തിലുള്ള കടുത്ത ആശങ്കകൾ ഉയർത്തിയാണ് രാജ്യത്തെമ്പാടും ഈ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ ഈ തരത്തിൽ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുന്നത്. വിദ്യാർത്ഥികളെ ഭാവിയെ തകർക്കുന്ന രീതിയിലാണ് കേന്ദ്ര സർക്കാർ വർഷങ്ങളായി, ഇപ്പോൾ 2024 നീറ്റ് ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലൊരു ക്രമക്കേടും ചോദ്യചോർച്ച. നീറ്റ് UG ചോദ്യപേപ്പർ ചോർന്നതുമായി ബന്ധപ്പെട്ട് SFI പ്രവർത്തകരുടെ പ്രതിഷേധം സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലും തുടരുകയാണ്. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് പാലക്കാട് നിന്നുള്ള ദൃശ്യങ്ങളാണ്. പാലക്കാട് SFI പ്രവർത്തകരുടെ മാർച്ച്. അവർ ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമമാണ്, ബാരിക്കേഡ് തള്ളിയിടാനുള്ള ശ്രമം SFI പ്രവർത്തകർ അവിടെ പാലക്കാട്ട് നടത്തുന്നുണ്ട്. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ SFI പ്രവർത്തകർ കേന്ദ്ര സർക്കാർ ഓഫീസുകളിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുകയാണ്. കോഴിക്കോട്ട് ആദായ നികുതി ഓഫീസിന് മുന്നിലേക്ക് നടത്തിയ മാർച്ച്, ആ മാർച്ചിന് SFI പ്രവർത്തകരെ ജലപീരങ്കി ഉപയോഗിച്ച് പിരിച്ചുവിടാൻ പോലീസ് ശ്രമം നടത്തിയിരുന്നു. പക്ഷേ അവർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കാതെ റോഡിലിരുന്ന് പ്രതിഷേധിക്കുകയാണ്. ഇപ്പോഴും കൊല്ലത്ത് ചിന്നക്കടയിലെ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിലേക്ക് SFI പ്രവർത്തകർ നടത്തിയ മാർച്ച് നേരിയ തോതിൽ ഉന്തും തള്ളിനും ഇടയാക്കി. പോലീസ് ലാത്തിവീശി. തുടർന്ന് SFI പ്രവർത്തകർ ബാരിക്കേഡ് മറികടന്ന് ചിന്നക്കട പോസ്റ്റ് ഓഫീസിന് ഉള്ളിലേക്ക് കടക്കുകയാണ്. ചിന്നക്കടയിലെ പോസ്റ്റ് ഓഫീസ് വളപ്പിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ കാണുന്നത് പാലക്കാട് നിന്നുള്ള ദൃശ്യങ്ങളാണ്. അവിടെ ബാരിക്കേഡ് മറിച്ചിടുന്നുണ്ട് SFI പ്രവർത്തകർ. അതിൻ്റെ തത്സമയ സംപ്രേഷണമാണ് പ്രേക്ഷകർ കാണുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.